പിന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ അന്നും മലമ്പുഴയിൽ മത്സരിച്ചു, പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോഴത്തെ ഒരു സാഹചര്യം? രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. ജനങ്ങളുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തുക എന്നുള്ള അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ആ പ്രവർത്തനത്തിൻ്റെ? ഞാൻ മലമ്പുഴയിൽ യാദൃശ്ചികമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. ഞാൻ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരിക്കുന്ന സമയത്താണ് മലമ്പുഴയിൽ എന്നെ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിക്കുന്നത്. ഒരു 20-25 ദിവസത്തെ സമയമാണ്. ഇലക്ഷൻ്റെ ക്യാമ്പയിൻ്റെ സമയം മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. സ്ഥാനാർത്ഥി ഈ പ്രഖ്യാപനം ബി ജെ പിയുടെ വന്ന് പിന്നെ എനിക്കൊരു ക്യാമ്പയിൻ ഒരു 20-22 ദിവസമാണ്. വി എസ് അച്യുതാനന്ദനാണ് എതിർ സ്ഥാനാർത്ഥി. എന്നെ സംബന്ധിച്ചുള്ള വി എസ് അച്യുതാനന്ദനെതിരെ മത്സരിക്കുക. അന്ന് ബി ജെ പിക്ക് അവിടെ 2600 വോട്ടിൻ്റെ അടുത്തേ ഉള്ളൂ. 2011 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ഏകദേശം 2600ഓളം വോട്ട് കിട്ടിയ സമയമാണ്. സംഘടനാപരമായിട്ട് ബി ജെ പി ശക്തമല്ല. അവിടെ നമുക്ക് കാര്യമായിട്ടൊരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത മണ്ഡലം എന്നുള്ളൊരു ചിന്തയായിരുന്നു. ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഡി ഗ്രേഡ് മണ്ഡലമായിരുന്നു അത്. വി എസിനെതിരെ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഒരു കാരണവശാലും എനിക്ക് യാതൊരു വിധമുള്ള പ്രാധാന്യവും തരില്ല. പ്രത്യേകിച്ച് ബി ജെ പിക്ക് 2600 വോട്ട് മാത്രമുള്ള മണ്ഡലം. യു ഡി എഫിനാണ് അവർ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. വി എസ് ജോയി ആയിരുന്നു യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്. ഞാൻ അന്ന് അവിടുത്തെ ജനകീയ വിഷയങ്ങൾ, ഓരോ പഞ്ചായത്തിലുള്ള ജനകീയമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ, പ്രാദേശികമായിട്ട് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പരിഹരിക്കപ്പെടാത്ത നിരവധി വിഷയങ്ങൾ അവിടുത്തെ ഓരോ പഞ്ചായത്തിലുണ്ടായിരുന്നു. ഇ കെ നായനാരും ശിവദാസ മേനോനും അച്യുതാനന്ദനും എല്ലാം അവിടെ പ്രതിനിധീകരിച്ചുവെങ്കിലും അവിടുത്തെ ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കപ്പെടായിരുന്നു. അപ്പോൾ ആ വിഷയങ്ങൾ പഠിച്ച് അതിലൂന്നിയിട്ടായിരുന്നു എൻ്റെ പ്രചരണം. സംസ്ഥാന രാഷ്ട്രീയമോ ദേശീയ രാഷ്ട്രീയമോ ഒന്നും അവിടെ ചർച്ചാ വിഷയമാവാൻ ഞാൻ ഇടം കൊടുത്തില്ല. ശക്തമായിട്ടുള്ള പ്രചരണമായിരുന്നു. ഫ്ലെക്സ് ബോർഡുകളിലായാലും ശരി, പ്രസംഗങ്ങളിലായാലും ശരി, കുടുംബയോഗങ്ങളിലായാലും എല്ലാം ശക്തമായിട്ടുള്ള പ്രചരണം കൊടുത്തത് പ്രാദേശിക വിഷയങ്ങൾക്കാണ്. ഓരോ പഞ്ചായത്തിലുള്ള കുടിവെള്ളം കിട്ടാത്ത, മലമ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാത്ത, മലമ്പുഴയിലൊക്കെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്ന സമയമായിരുന്നു. വേനൽക്കാലമായിരുന്നു, ഏപ്രിൽ മെയ് മാസങ്ങളായിരുന്നു. അതായിരുന്നു അവിടെ മലമ്പുഴ പഞ്ചായത്തിൽ ഊന്നിയത്. അകത്തേത്തറ പഞ്ചായത്തിൽ നടക്കാവ് മേൽപ്പാലത്തിൻ്റെ ആവശ്യങ്ങൾ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു. ഇന്നും റെയിൽവേ ഗേറ്റ് അടച്ച ആളുകൾ ആശുപത്രിയിൽ പോകുന്നവർക്ക് പോകാൻ പറ്റാതെ മരണം സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഓരോ പഞ്ചായത്തിലത്തെ വിഷയം, ഏറ്റവും ജനകീയമായിട്ടുള്ള വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനന്ന് പ്രചരണത്തിൽ അത് ഊന്നിയിട്ടായിരുന്നു എൻ്റെ പ്രചരണം ഉണ്ടായത്. അപ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് ജനങ്ങളുടെ ഇടയിലാക്കി, ജനങ്ങൾക്ക് ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എനിക്ക് സി പി എമ്മിൻ്റെ പാർട്ടി സർക്കിളിൽ തന്നെ പറയുമായിരുന്നു, വി എസ് അച്യുതാനന്ദൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വി എസ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇലക്ഷൻ അതായിരുന്നു ഒരു മണ്ഡലത്തിൽ. അല്ലെങ്കിൽ അദ്ദേഹം താരപ്രചാരകനായിട്ട് മലമ്പുഴയിൽ 1-2 തവണ വന്ന് പ്രസംഗിച്ചു പോകുകയല്ലാതെ ഇത്രയും ദിവസം 14 ദിവസത്തോളം വി എസിനെ മലമ്പുഴ മണ്ഡലത്തിൽ തളച്ചിടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വിജയം തന്നെയായിരുന്നു.